സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവധിക്കാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഏതെങ്കിലുമൊക്കെ പുസ്തകം വായിച്ച് അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതിയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു വിടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഉടായ്പ് പരിപാടിയുണ്ട്. പുസ്തകം ലൈബ്രറിയിൽ നിന്ന് എടുക്കും, പക്ഷേ മുഴുവനായിട്ടിരുന്ന് വായിക്കത്തൊന്നുമില്ല. അതിൻ്റെ പുറംഭാഗത്ത് ചട്ടയുടെ പുറത്ത് എഴുതിയിട്ടുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ വായിച്ച്, അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള ഉള്ളടക്കമൊക്കെ വായിച്ച് അത്യാവശ്യ സാഹിത്യപരമായി തള്ളാൻ അറിയാവുന്നതുകൊണ്ട് അതൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ എഴുതിക്കൂട്ടി കൊണ്ടുകൊടുത്തോണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് ഞാനിപ്പോൾ ഇതാ ഓരോ പുസ്തകവും ആകാംക്ഷയോടെ ഇരുന്ന് വായിച്ച് ഒത്തിരി സ്നേഹത്തോടെ ആ പുസ്തകത്തിനെയൊക്കെ യൂസ് ചെയ്യുന്ന കാണുമ്പം എന്തോ ഒരു സന്തോഷമുണ്ട് കേട്ടോ. എത്ര പെട്ടെന്നല്ലേ നമുക്കൊക്കെ ആ മാറ്റമൊക്കെ വന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തെ. ഇതേപോലെ തന്നെ സ്കൂളിൽ നിന്ന് ഒരു തവണ പാരൻസിനെ കൊണ്ട് പുസ്തകം വായിപ്പിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ ഞങ്ങൾ മക്കളെക്കാളും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. അങ്ങനെ മമ്മി നല്ല വൃത്തിയായിട്ട് എഴുതി എല്ലാം കൊണ്ടുതന്ന് സ്കൂളിൽ സബ്മിറ്റ് ചെയ്തപ്പം സാറിൻ്റെ വക തിരിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ സ്വന്തം എഴുതിയിട്ട് പാരൻസിൻ്റെ പേരും പറഞ്ഞ് കൊണ്ടുവരാനല്ല പറഞ്ഞതെന്ന്. പക്ഷേ അതൊക്കെ ഒരു രസമായിരുന്നു.